ഹലോ. അപ്പം നമുക്ക് ടാറ്റ പോയാലോ? ബേബി സെറ്റ് ഉണ്ടെങ്കിൽ അത് ഇരിക്കാത്തൊന്നതാ ഇവിടെയുണ്ട്. നിങ്ങളെ വീട്ടിൽ ഇതുപോലൊന്നും ഉണ്ടെങ്കിലേ ഇതുപോലെ പിടിച്ച് പിന്നിലേക്ക് ഇരുത്തണം കേട്ടോ. ഈ 6 വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയായിട്ട് പോകാത്തൊരു മോളിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. മസ്ജിദ് മോൾ. എന്നെ പോലെ ഈ മസ്ജിദ് മോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അമ്മയുടെയും മോളുടെയും സ്നേഹപ്രകടനം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ജിയുടെ ഷർട്ടിലെ എൻ്റെ ലിപ്സ്റ്റിക്കിന്റെ കറ വന്നു. ഞങ്ങൾ അങ്ങനെ മസ്ജിദ് മോളിലെത്തി. നല്ല ചൂടുണ്ടായിരുന്നു. മാഡം ഫാഷൻ വിട്ട് കളിക്കാറില്ല. കയറിയ പാടെ തന്നെ ഫുൾ സ്കൂൾ ഐറ്റംസ് ആയിരുന്നു. ബുക്ക്, ബാഗ്, പെൻസിൽ, പെന്ന്. കാരണം സ്കൂൾ ഓപ്പണിംഗ് ടൈം ആണല്ലോ. ഞങ്ങൾ ഓടിപ്പോയി ഫസ്റ്റ് തന്നെ വാങ്ങിയത് ലൈഫ് ഫാർമസിന്റെ സൺസ്ക്രീനാണ്. ആകെപ്പാടെ ഫ്രീ ആയി കിട്ടുന്ന ഈ പെർഫ്യൂം സാമ്പിൾസിനെ മിസ്സാക്കാറില്ല. ഇനി ഒരു തേപ്പിന്റെ കഥ കേട്ടാലോ? ഞാനും എൻ്റെ ഭർത്താവ് കൊടുത്തത് സെയിം ഷൂസാ. പക്ഷെ മൂപ്പരുടെ ഷൂസിലും എൻ്റെ ഷൂസിലും ഡിഫറൻസ് കണ്ടോ? വൃത്തിയുടെ കാര്യമിട്ടോ പറഞ്ഞത്. ആ ലേസ് കണ്ടില്ലേ, റെഡ് തേപ്പുകാരൻ. അബുദാബി സിറ്റിയിൽ താമസിക്കുന്നവർക്ക് മസ്ജിദ് മോള് മുസഫ എന്നൊക്കെ പറയുമ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് തന്നെയാണ്. 5, 10, 15 എന്നൊക്കെ ബോർഡൊക്കെ കണ്ടിട്ട് ഞാൻ പോയി നോക്കി. പക്ഷെ ഒന്നും ഇഷ്ടമായില്ല. ഈ ടോപ്പ് ഇഷ്ടമായി, പൈസ കണ്ടപ്പോൾ അതേപോലെ തിരിച്ചു വെച്ചു. ഇത് മൽബറീസിലെ ഓണം കളക്ഷൻ ആട്ടോ. എന്ത് രസമല്ലേ, എല്ലാ സ്ഥലത്തും ഒരു ഓണം പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോട്ട് എന്ന് പറഞ്ഞ ഷോപ്പിൽ ഇതുപോലെ അടിപൊളി കമ്മലിന്റെ കളക്ഷൻസ് കാണുന്നത്. ഞാൻ ഇതുപോലെ UAE കണ്ടിട്ടേ ഇല്ല. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഫുൾ കൺഫ്യൂഷൻ ആയപ്പോൾ ഞാൻ പിന്നെ മൂപ്പരോട് പറഞ്ഞു എനിക്ക് 2 സെലക്ട് ചെയ്ത് തരാൻ. മൂപ്പരെടുത്ത സെലക്ഷൻ ആട്ടോ. കൊള്ളാം അല്ലേ? പിന്നെ പോരാത്തതിന് നല്ല കുപ്പിവളയും. എന്ത് രസമല്ലേ. കുപ്പിവളയൊക്കെ ഇടണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രയോറിറ്റി ഇപ്പം ബേബി അല്ലേ, എങ്ങാനും പൊട്ടിയാലോ. ആ ഷോപ്പിൽ നിന്ന് വാശി പിടിച്ച് എക്ലേഴ്സിന്റെ ചോക്ലേറ്റിന്റെ വലിയ പാക്ക് എടുത്തു. അവളെക്കാട്ടിയും വലിയൊരു ചോക്ലേറ്റ് അതാ വായൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. പിന്നെ നേരെ ഫുഡ് കോർട്ടിൽ പോയി കുംഭകോണത്തിന് നല്ല ചൂട് വടയും കഴിച്ചു. ആ വേണ്ട, നിങ്ങൾ കേട്ടല്ലോ. അപ്പം ഞാൻ കഴിക്കട്ടെ. അവിടുന്ന് നേരെ ഊദ് മഷൂറിൽ പോയി ഒരു പെർഫ്യൂമും വാങ്ങിച്ചു. പിന്നെ മാതൃത്വത്തിന്റെ കൈപുണ്യമായ ലതശേഷിന്റെ ഷെഫ് കറി, നല്ല നൂൽ പൊറാട്ടയും ചിക്കൻ കറിയും പിന്നെ മീൻ മുട്ടയും കഴിച്ചു. ഞങ്ങളുടെ ഒരു നീണ്ട സാറ്റർഡേ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പൊ ശരി, ടാറ്റ ബൈ.